അടുത്തായതാണ് വിൻസെന്റ് മാഷ് ചർച്ച. ഹലോ, ഏവർക്കും നമസ്കാരം. ആദ്യമായി നമ്മുടെ സ്വാഗത പ്രസംഗൻ പറഞ്ഞ പ്രഭാകരേട്ടൻ പറഞ്ഞു, ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർമാരുടെ അനാസ്ഥ കൊണ്ടാണ് ഈ ഒരു പ്രശ്നമുണ്ടായത്. പുലി ചത്തത്, അത് ചത്തത് ഫോറസ്റ്റ് ഓഫീസേഴ്സിന്റെ അനാസ്ഥയല്ല, അവരെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അതിനെ കൊന്നതാണ്. നിങ്ങൾ ആലോചിക്കുക, ഈ പുലി രക്ഷപ്പെട്ട് ഇവർ കൊണ്ടുപോയി കാര്യങ്ങളെല്ലാം കൊടുത്ത് തിരിച്ച് എവിടേക്ക് വിടും? വീണ്ടും ഇതിനെ നമ്മുടെ കാട്ടിൽ തന്നെ വിടും. അത് മനസ്സിലാക്കി ഇവര് പുലിയെ കർഷകർക്ക് വേണ്ടി കൊന്നതാണ്. മാന്യ ഓഫീസർമാരെ, ഈ കർഷകൻ ആണ് നികുതി അടയ്ക്കുന്നത്. പുലിയും ആനയും ഒന്നും നികുതി അടയ്ക്കില്ല. നമ്മുടെ ശമ്പളം കിട്ടണമെങ്കിൽ, എന്റെ പെൻഷനും നിങ്ങളുടെ ശമ്പളം കിട്ടണമെങ്കിൽ നമ്മൾ അടയ്ക്കണം. പുലിയും ആനയും ഒന്നും അടയ്ക്കില്ല. അത് ഓർക്കുക. മാസം മാസം കിട്ടണമെങ്കിൽ ഇവിടെ ഞങ്ങള് ജാതിയായി വരുമ്പോൾ തടയാൻ നിൽക്കുമ്പോ മനസ്സിൽ ഒരു ഓർമ്മ വേണം. പോലീസുകാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും നമ്മുടെ പൈസയാണ്, കർഷകരുടെ പൈസയാണ്, ഇവിടുത്തെ കച്ചവടക്കാരുടെ ടാക്സ് ആണ് നമ്മൾ ശമ്പളമായി വാങ്ങിക്കുന്നു എന്നുള്ള ഓർമ്മയോടുകൂടി നിങ്ങള് ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസർ പച്ചമഷി ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗസ്റ്റഡ് ഓഫീസറാണ്. നിങ്ങൾ ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ എഴുതണം വൃത്തിയായിട്ട്. ഇത് കൃഷി സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അത് കർഷകരുടെയോ മറ്റാരുടെയോ ഉപദ്രവമില്ലാതെ ചത്തതാണ്. മരിച്ചതാണെങ്കിൽ ഒരു അനുശോചന പ്രമേയം പാസാക്കി 1 മിനിറ്റ് പ്രാർത്ഥിക്കണം പുലിയുടെ ആത്മാവിന് വേണ്ടിയിട്ട്. അത് ചത്തതാ. അല്ലാതെ കർഷകനെ ബുദ്ധിമുട്ടിക്കാൻ പച്ചമഷി, നിങ്ങളുടെ മഷി ഉപയോഗിക്കരുത് മക്കളെ. സർവീസാണത്. ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് വേണ്ടി, അവരുടെ സേവനത്തിന് വേണ്ടി, അവരുടെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നെയും നിങ്ങളെയും പോലീസായും ഫോറസ്റ്റ് ഓഫീസറായും അധ്യാപകനായും ടാക്സായും നമ്മളെല്ലാം ശമ്പളം വാങ്ങിക്കുന്ന ഓർമ്മ ആദ്യം ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് പറയും. ആരാ വൈരാഗ്യം? നിങ്ങൾക്ക് എന്താ വൈരാഗ്യം? ഇതിനൊന്നും ഹയർ ഓഫീസറോ മന്ത്രിയോ ഒന്നും വിളിക്കണ്ട. പഠിച്ചിട്ടില്ലേ? ഒരു ഗസ്റ്റഡ് ഓഫീസർ ആവണമെങ്കിൽ മിനിമം ഡിഗ്രിയും മറ്റുള്ള എല്ലാം വേണം. എൻട്രൻസ് എഴുതി കിട്ടിയതല്ലേ? PSC എഴുതി കിട്ടിയതല്ലേ? പഠിച്ചിട്ടില്ലേ? എഴുതി വൃത്തിയായി കർഷകനെ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ ആരെന്താ ചെയ്യുക? ഒരുത്തരും നിങ്ങളെ ഒന്നും ചെയ്യില്ല. ആയതുകൊണ്ട് കർഷകരെ രക്ഷിക്കാനുള്ള ഒരു പരിപാടിയായി നിങ്ങൾ ശ്രമിക്കൂ. നിങ്ങളാകെ 4 പേരുണ്ടാവും, അല്ലെങ്കിൽ 3 പേരുണ്ടാവും. നിങ്ങൾക്കൊന്നും സമയത്തിന് എവിടെ എത്താൻ പറ്റില്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. മനഃപൂർവ്വം നിങ്ങൾ കേസുണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ സമരത്തിന്റെ രൂപവും ഭാവവും മാറുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ, നിങ്ങളും നാളെ റിട്ടയർ ആകും, നിങ്ങൾ നാളെ കൃഷിക്കാരാകും. ആ ഒരു കാര്യം മനസ്സിൽ വെച്ച് വൃത്തിയായി എഴുതുക. അവിടെ വന്ന് ആരെയും ഭീഷണിപ്പെടുത്താനൊന്നും ഒരു ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടില്ല. മാന്യമായി സംസാരിക്കാൻ പഠിക്കുക. നിങ്ങളെയൊന്നും സാർ എന്ന് വിളിക്കേണ്ട കാര്യമില്ല. എന്നെയും നിങ്ങളെയൊന്നും സാർ എന്ന് വിളിക്കേണ്ട കാര്യം ഇവിടെ നിൽക്കുന്ന ഒരാൾക്കുമില്ല. നിങ്ങൾ സർവീസാണ്. അതാദ്യം ആലോചിച്ച്, ഈ ജനങ്ങളുടെ പൈസയാണ് നമ്മൾ 3 നേരം ഭക്ഷിക്കണേ എന്ന് ആലോചിച്ച് ഓരോ പ്രവർത്തനവും ചെയ്യാൻ നിങ്ങൾക്ക് സന്മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.